എങ്ങനെയാ സാർ മാർക്ക് വാങ്ങിക്കുക? ഏറ്റവും നല്ല സ്ട്രാറ്റജി എന്താണെന്നറിയാമോ? ഒന്നുമില്ലായ്മയിൽ നിന്നുള്ള അഖിൽ സാറിനെ ഇപ്പം ഈ ലെവലിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അതിനൊറ്റ കാരണം ജീവിതകാലം മുഴുവൻ ഒരു വാശി വരണമെങ്കിൽ ആ ഏറ്റവും വലിയ മോട്ടിവേറ്റർ ആരാന്നറിയോ? ഇത് ഞാൻ പറയാൻ പോകുന്നത് വലിയൊരു കാര്യമാണ്. ഹലോ ഗൈസ്, നമ്മൾ കുറെ നാളായി മക്കളെ കണ്ടിട്ട്. ഇന്നത്തെ വീഡിയോയിൽ അഖിൽ സാർ ഒരു ചാപ്റ്റർ എടുക്കുന്നില്ല, ഒരു ടോപ്പിക്ക് ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല. എപ്പോൾ ക്ലാസ് കഴിഞ്ഞാലും മക്കളെ കമന്റ് ബോക്സിൽ പറയുന്ന കാര്യമാണ്, സാർ പഠിക്കാൻ അങ്ങോട്ട് തോന്നുന്നില്ല സാറേ, പഠിക്കാൻ എന്തെങ്കിലും ഒരു മോട്ടിവേഷൻ തരുമോ സാറേ എന്ന് എപ്പോഴും മക്കൾ ചോദിക്കാറുണ്ട്. ഞാനൊരു മോട്ടിവേഷൻ ഒന്നും അല്ല മക്കളെ തരാൻ പോകുന്നത്. പഠിത്തം കൊണ്ട് ഈ അഖിൽ സാറിന്റെ ജീവിതത്തിൽ ഉണ്ടായ ചില മാറ്റങ്ങളെ കുറിച്ച് സംസാരിക്കാമെന്ന് കരുതുന്നു. ഒരു മോട്ടിവേഷൻ ഒന്നും അല്ല നമുക്കിന്ന്. എന്റെ ലൈഫാണ്. പഠിത്തം കൊണ്ട് എന്റെ ലൈഫിലുണ്ടായ കുറച്ച് കാര്യങ്ങളെ കുറിച്ച് ഞാൻ സംസാരിക്കാം. എന്റെ പൊന്നുമക്കളെ, ഒന്നുമില്ലായ്മയിൽ നിന്ന്, സത്യം പറഞ്ഞാൽ എന്റെ ലൈഫ് ഒന്നുമില്ലായ്മയിൽ ഞാൻ തുടങ്ങിയ ഒരാളാണ്. ഒന്നുമില്ലായ്മയും തുടങ്ങിയിട്ടും അത്യാവശ്യം ഇപ്പൊ ഈ ലെവലിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് ഒറ്റ കാരണം ഞാൻ മനസ്സുകൊണ്ട് പറയും, മനസ്സിൽ തട്ടി ഞാൻ പറയും, അത് പഠിത്തം കൊണ്ടാണ്. പ്ലസ് വൺ ഒക്കെ ഞാൻ നല്ലപോലെ പഠിച്ച ഒരാളാണ്. വീട്ടിലുമൊക്കെ പ്രശ്നങ്ങളും അച്ഛൻ ലോട്ടറി വിറ്റുകൊണ്ടിരുന്ന ആകമായ തുച്ഛമായ പൈസ കൊണ്ടായിരുന്നു ഞങ്ങളുടെ ലൈഫും ഞാനും എൻ്റെ അനിയൻ്റെ ഒക്കെ ലൈഫും മുമ്പോട്ട് പോയത്. ആ സാഹചര്യത്തിലുമൊക്കെ ഞാൻ കൃത്യമായിട്ട് പഠിച്ചത് കൊണ്ടാണ് മക്കളെ ഇന്ന് നിങ്ങൾക്ക് ഞങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുന്നത്. ഇന്ന് ഒന്നുമില്ലായ്മയിൽ നിന്നുള്ള അഖിൽ സാറ് ഇന്ന് എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അതിന് ഏക കാരണം പഠിത്തമാണ് മക്കളെ. അവിടെ ഞാൻ എപ്പോഴും പറയും, നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് വരുത്തുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും അടിപൊളി മാർഗം പഠിത്തമാണ്. നമ്മൾ ചിലപ്പോൾ ഭയങ്കര റിച്ചായ ഒരാളായിരിക്കും. ആ റിച്ചായിരുന്ന ഒരാള് ഇനിയും റിച്ചായിട്ട് തന്നെ തുടരണമെങ്കിൽ നമ്മൾ നല്ല പോലെ പഠിച്ച് നല്ല ജോലി വാങ്ങിച്ചേ പറ്റുള്ളൂ. ചിലപ്പോൾ നമ്മൾ ഒന്നുമില്ലാത്ത ഒരാളായിരുന്നെങ്കിലോ, ആ ഒന്നുമില്ലാത്ത നമുക്ക് ഒരു നിലയിലേക്ക് കയറണമെങ്കിൽ, നല്ലൊരു നിലയിൽ എത്തണമെങ്കിൽ നമ്മൾ നല്ല പോലെ പഠിച്ച് നല്ലൊരു ജോലി വാങ്ങിച്ചേ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ എപ്പോഴും മക്കളോട് പറയും, പഠിക്കേണ്ട സമയത്ത് പഠിക്കണം. നിങ്ങൾ ആർട്സ്, സ്പോർട്സ്, എല്ലാ പരിപാടിക്ക് ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, എല്ലാം ഉണ്ട്, ചങ്കുകളുണ്ട്, എല്ലാം ഉണ്ട്. നിങ്ങൾ സ്കൂളിൽ എന്തും നിങ്ങൾ സന്തോഷമായിക്കോ, നിങ്ങൾ എന്തും ആഘോഷിച്ചോ, പക്ഷെ പഠിക്കേണ്ട സമയത്ത് നിങ്ങൾ പഠിക്കണം. ഓണം എക്സാം ഡേറ്റ് വന്നാൽ അതിന് മുമ്പ് നിങ്ങൾ പഠിക്കാൻ തുടങ്ങിയിരിക്കണം. കുറച്ച് നാൾക്ക് മുമ്പ് ക്രിസ്മസ് എക്സാമിന് കുറച്ച് നാൾക്ക് മുമ്പ് പഠിക്കാൻ തുടങ്ങണം. മെയിൻ എക്സാമിന് പ്രിപ്പയർ ചെയ്യണം. എക്സാം കാലമായാൽ, പഠിക്കേണ്ട സമയമായാൽ നിങ്ങൾ പഠിച്ചേ പറ്റുള്ളൂ. അതിന് മുമ്പ് നിങ്ങൾക്ക് എന്തും ചെയ്യാം. എപ്പോഴും മക്കൾ പറയാറുണ്ട്, സാർ എങ്ങനെയാ സാർ മാർക്ക് വാങ്ങിക്കുക? ഏറ്റവും നല്ല സ്ട്രാറ്റജി എന്താണെന്നറിയാമോ? എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ കുറച്ച് സമയം പഠനത്തിന് വേണ്ടി മാറ്റിവെക്കുക ഏറ്റവും നല്ല സ്ട്രാറ്റജിയാണ്. അങ്ങനെ മാറ്റിവെച്ചാലുണ്ടല്ലോ, അവസാനം മെയിൻ എക്സാം വരുമ്പോൾ നമുക്ക് കുറെ ഒന്നും അധികം അങ്ങോട്ട് എഫേർട്ട് എടുത്ത് പഠിക്കേണ്ട കാര്യം വരില്ല. പഠിക്കണമെന്ന് പലർക്കും ആഗ്രഹം കാണും, പക്ഷേ അതിന് മെനക്കെടാത്ത ഒരുപാട് പേരുണ്ട്. മെനക്കെടാതെ ഇരുന്നിട്ട് മാർക്ക് കുറയുന്നു സാർ എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നമ്മൾ വർക്ക് ചെയ്യണം. വർക്ക് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് എന്ത് വരും മക്കളെ? മാർക്ക് വരും. തൊട്ടടുത്തിരിക്കുന്നവന് സാർ എന്നെക്കാളും മാർക്കാണ് സാർ, അവൻ എനിക്ക് തോൽപ്പിക്കണം സാർ എന്ന് നമ്മുടെ ആഗ്രഹം കാണും. പക്ഷെ അതിനനുസരിച്ച് നമുക്ക് പഠിക്കാൻ തയ്യാറുമാകണം. കൃത്യമായിട്ട് ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കുക. ഏറ്റവും നല്ല ഐഡിയ അതാ, ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കണം. ടീച്ചർ പഠിപ്പിക്കുന്ന നമുക്ക് വൃത്തിക്ക് മനസ്സിലാക്കിയാൽ വീട്ടിൽ വന്ന് നമുക്ക് എടുക്കേണ്ട എഫേർട്ട് ഭയങ്കര കുറവായിരിക്കും, ക്ലാസ്സിൽ തന്നെ മനസ്സിലാക്കിയാൽ. ഓക്കെ, ഇതാണ് പഠനത്തിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ. എൻ്റെ ലൈഫിൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒന്നുമില്ലായ്മയിൽ നിന്നുള്ള അഖിൽ സാറിനെ ഇപ്പൊ ഈ ലെവലിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അതിനൊറ്റ കാരണം കൃത്യസമയത്ത് ഞാൻ പഠിച്ചത് കൊണ്ട് മാത്രമാണ്. ഒന്നും പഠിക്കാത്ത ഒരാളായിരുന്നെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് ബോട്ടണി പറഞ്ഞു തരാൻ പറ്റില്ല. എനിക്കത് എനിക്ക് ഈ നിലയിൽ എത്താനും പറ്റില്ല. പഠനം വലിയൊരു ഇമ്പോർട്ടൻ്റ് ആ മക്കളെ. അതിന് പഠനം കൊണ്ട് ജീവിതം മാറും എന്നതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ എടുക്കാം. ഇത് ഞാൻ പറയാൻ പോകുന്നത് വലിയൊരു കാര്യമാണ്. പഠിച്ചുകൊണ്ട് മാത്രം പോരാ മക്കളെ, ഒരു വാശി വേണം. പഠിക്കാനായിട്ട് എന്നും പഠിക്കുന്നുണ്ട്, പക്ഷെ ഒരു വാശിയും വേണം കൂടെ. തൊട്ടടുത്തുള്ള ആളുടെ ആ ലെവലിലേക്ക് എത്താൻ, നല്ലപോലെ പഠിക്കുന്ന ഒരു കുട്ടി നമ്മൾ അടുത്തുണ്ടെന്നിരിക്കട്ടെ, അവൻ്റെ ലെവലിലേക്ക് എത്താൻ പഠിക്കാൻ വേണ്ടി ഒരു വാശി വേണം. ലൈഫിൽ എന്തൊക്കെയും നേടാൻ ഒരു വാശി വേണം. ബാക്കിയുള്ളവൻ കാറിൽ പോകുന്നുണ്ട്, ആ കാർ എനിക്ക് സ്വന്തമാക്കണം എന്നൊരു വാശി വേണം. ലൈഫിൽ നമ്മുടെ അമ്മയും അച്ഛനൊക്കെ ഒരുപാട് ദുരിതങ്ങൾ അനുഭവിക്കുന്നുണ്ടായിരിക്കും, പട്ടിണി ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മളൊരു ബിലോ ആവറേജ് ഫാമിലി ആയിരിക്കും. നമ്മൾ ഒരു ഹൈ ലെവലിലേക്ക് നമ്മുടെ ഫാമിലി എത്തിക്കണം എന്നൊരു വാശി വേണം. ഓക്കെ, ഒരുപാട് നമ്മുടെ അവസ്ഥകളൊന്നും നമ്മുടെ വരും തലമുറ ഇനി അനുഭവിക്കാൻ പാടില്ല എന്നൊരു വാശി നമ്മുടെ ഉള്ളിൽ എപ്പോഴും വേണം. വാശി പഠിക്കുന്നതിന്റെ ഒപ്പം തന്നെ ഒരു വാശി വെച്ച് പഠിച്ചാലുണ്ടല്ലോ മക്കളെ, ലൈഫിൽ ഒരുപാട് നേട്ടങ്ങൾ നേടാം. അതേ എനിക്ക് പറയാനുള്ളൂ. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, മോട്ടിവേറ്റ് ചെയ്യാൻ ഒരുപാട് പേര് കാണും. ഞാനും ഇവിടെ വേറെ പലരും കാണും മോട്ടിവേറ്റ് ചെയ്യാൻ. ആ മോട്ടിവേഷൻ നിങ്ങൾക്ക് 1-2 ദിവസം എനിക്കുള്ളൂ മക്കളെ. ജീവിതകാലം മുഴുവൻ മോട്ടിവേറ്റ് ആയി നിൽക്കണമെങ്കിൽ, ഒരു ജീവിതകാലം മുഴുവൻ ഒരു വാശി വരണമെങ്കിൽ ആ ഏറ്റവും വലിയ മോട്ടിവേറ്റർ ആരാന്നറിയോ? ആ നിങ്ങളുടെ ഉള്ളിലെ നിങ്ങൾ തന്നെയാണ് മക്കളെ. നിങ്ങൾ തന്നെ നിങ്ങളുടെ പ്രശ്നങ്ങളും സാഹചര്യങ്ങളും ആലോചിച്ച് നിങ്ങൾ തന്നെ എപ്പോഴും മോട്ടിവേറ്റ് ചെയ്താലുണ്ടല്ലോ, നിങ്ങളെ തന്നെ നിങ്ങൾ എന്നും മോട്ടിവേറ്റ് ചെയ്താലുണ്ടല്ലോ, ആ ജീവിതകാലം മുഴുവൻ നിൽക്കും. ഏറ്റവും വലിയ മോട്ടിവേറ്റർ നിങ്ങൾ തന്നെ. നമ്മളൊരു കാര്യം മാത്രം ആലോചിച്ചാൽ,
നമ്മൾ വൃത്തിക്ക് പഠിച്ചില്ലെങ്കിൽ നാളെ നമ്മുടെ അമ്മയും അച്ഛനും സഹോദരങ്ങളുമാണ് പ്രശ്നത്തിലാകുക. നമ്മൾ വൃത്തിക്ക് പഠിച്ചില്ലെങ്കിൽ നാളെ ഏതെങ്കിലും ഒരു കഴിവുള്ളവൻ നമ്മളെ ഏതെങ്കിലും സ്ഥാനത്തു നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കൊണ്ടിരിക്കും. നമ്മൾ പഠിച്ചില്ലെങ്കിൽ നാട്ടിൽ ഒരു പണിയില്ലാത്ത ആൾക്കാർക്ക് നമ്മളൊരു ചർച്ചാ വിഷയമാകും. അതുകൊണ്ട് പഠിച്ചേക്കുക. കൃത്യസമയത്ത് പഠിക്കേണ്ട സമയത്തൊക്കെ പഠിച്ചേക്കുക മക്കളെ. പഠിച്ചുകൊണ്ടേ നമ്മുടെ ലൈഫിൽ ഒരു വ്യത്യാസം വരുള്ളൂ. നിങ്ങളൊന്ന് പഠിച്ചു നോക്കും മക്കളെ. ലൈഫ് മാറി നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും. പഠിക്കുമ്പോഴേ നമുക്ക് പലതും നേടാൻ പറ്റുള്ളൂ, പല സ്വപ്നങ്ങൾ നേടാൻ പറ്റുള്ളൂ. നന്നായി പഠിക്കുക, നല്ല മാർഗം വാങ്ങിക്കുക. പഠിച്ചേക്കണേ മക്കളെ, പഠിച്ചേക്കണേടാ.